ഓ അടിപൊളി സെറ്റാണ് കേട്ടോ. നമ്മുടെ അതിൻ്റെ അട കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന് വളരെ സാവധാനം എന്ത് ചെയ്യുക, അവിടെ പിടിക്കുക. അവിടെ അല്ല മുകളിൽ വശം ആ മേലെ തുളക്കുന്ന ഓട്ട ഉണ്ടല്ലേ, വളരെ സാവകാശം നമ്മൾ ഓട്ട തുളക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ട്രെയിൻ ഓരോന്ന് ക്ലീനാക്കി തരിക. നമ്മൾ അടകൾ മുറിച്ചെടുക്കുകയാണ്. പിന്നെ വാരി പതുക്കെ കൂടുതലേക്ക് പിടിക്കുമ്പോൾ കോളനി കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞുതരാം. ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മുടെ ഈ മാടത്തും പാറ ഒരു കരിഞ്ഞൊടിനെ കണ്ടു, ആ അടിപൊളി കരിഞ്ഞൊടിനെ. അപ്പോൾ അവിടെ കൂടിൻ്റെ ഉള്ളിൽ തേനീച്ചുണ്ട് തന്നെയാണ് നമ്മളെ ഒരു ധാരണ. അപ്പോൾ നമ്മളെന്തായാലും ഒരു ബ്രൂഡ് ചേമ്പറും ഒരു സൂപ്പറും എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്ത സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ കുറച്ച് കഷ്ടപ്പാടുള്ള പണിയായാണ് നമ്മൾ പുറത്തുനിന്ന് ഒരാളെ ഇറക്കിക്കണത്. അതാണ് ആശാനെ. ആശാൻ്റെ ഇൻസ്റ്റാ ഐ ഡി ഞാൻ എന്ത് ചെയ്യാത്ത ആയി കൊടുക്കാം. ഓക്കെ, ഇതാണ്. അപ്പോൾ നമ്മൾ കമ്പിപ്പാര വേണം നമുക്കത് തുരന്നെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളിതാ പിന്നെ ഒരു പാത്രം കത്തി കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഓക്കെ, തേനുണ്ടെങ്കിൽ നമുക്ക് ഇതിലിടാൻ വേണ്ടിയിട്ട്. പിന്നെ മുഖാവരണി വേണം, സ്മോക്കർ വേണം, അങ്ങനത്തെ ഐറ്റംസൊക്കെ. ഇപ്പോൾ പോവല്ലേ? റെഡി റെഡി. കുത്തുകൊള്ളാൻ വേണ്ടി നമ്മളുടെ കൂടെ ആളിറക്കിയിട്ടുണ്ട്. അത് നമുക്ക് ഇടയ്ക്കിട്ട് അടിക്കാൻ. അപ്പം നമ്മൾ പോവാണ്. അപ്പം നമ്മൾ യാത്ര തുടങ്ങുകയാണ്. ഇവിടുന്ന് കുറച്ച് ഒരു അര കിലോമീറ്റർ 1 കിലോമീറ്റർ ഉണ്ടാവും അവിടം വരെ. 1 കിലോമീറ്റർ 5 മിനിറ്റുള്ള യാത്ര. കുറച്ച് വിട്ടുപിടിക്കണേ മൂക്കിന് മുമ്പിലൊക്കെ വന്നിട്ട്. അപ്പോൾ ഞങ്ങൾ 3 ആളുകൾ സ്കൂട്ടിയിലാണ്. ഇപ്പോൾ ഹെൽമെറ്റ് ഇല്ലാണ്ട് ആരും യാത്ര ചെയ്തിട്ടാ, ഞങ്ങളുടെ ഹോം ഗ്രൗണ്ട് ആയതുകൊണ്ടാണ്. ഓക്കെ റസ്മലെ, എന്തെങ്കിലും എത്രാമത്തെ തേനീച്ച കൂടെ പിടിക്കുന്നേ? കണക്കില്ല. അതല്ല, എത്രാമത്തെ തേനീച്ച കൂടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പിടിച്ചിട്ടില്ലേനോ? അതെവിടെ നിന്ന് പിടിച്ചേ? ഒന്ന് കുപ്പാടത്തറ ആ ഭാഗത്ത് നിന്ന് പിടിച്ചു. പിന്നെ നമ്മൾ എൻ്റെ വീടിൻ്റെ തറവാടിൻ്റെ അവിടുന്ന്. അപ്പോൾ നമ്മൾ കുറേ ഇടയ്ക്കിടയ്ക്ക് നല്ല രസമാണ്, വളരെ എൻ്റർടൈൻമെൻറ്റ് പരിപാടിയാണ്. അടിപൊളിയാണ്. ഓക്കെ, വാങ്ങണം. ഇന്ന് ആദ്യം ഒരു കുത്തുകൊണ്ട് കിടിലം. നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന കരിഞ്ഞൊടിയൻ കൂടിനെ പിടിക്കാനുള്ള നമ്മുടെ യാത്ര നമ്മൾ ആരംഭിക്കുന്നു. ഇനി ഒരു 150 മീറ്റർ കൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ കരിഞ്ഞൊടിയൻ്റെ കൂട് കാണാം. അതെങ്ങനെയാണ് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ തൊട്ടപ്പുറത്ത് തന്നെ ബാണാസ് ഡാമാണ്. അപ്പോൾ അവിടെ ഒരു സൈറ്റ് ഉണ്ട്, അവിടെ ഒരു 15 കോളനി വെച്ചൊരു സൈറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് നമ്മൾ തേനെടുക്കാൻ പോകുന്ന സമയത്ത് ഈച്ചകൾ ഫുള്ള് പാറി കളിക്കുന്നുണ്ട്, തേനെടുത്ത് വരേണ്ടി വരും. അപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ചപ്പോഴാണ് അവിടെ ഒരു കൂടുണ്ടെന്ന് മനസ്സിലായത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ആളുകളോട് സമ്മതം ചോദിച്ചിട്ടാണ് നമ്മൾ ഇതെടുക്കാൻ പോകുന്നത്. അപ്പം തേനീച്ച കോളനികളൊക്കെ എടുക്കുമ്പോൾ ആ കോളനി വെച്ച ആളുകളുടെ പിന്നെ പെർമിഷൻ മേടിക്കണം. ഓക്കെ, അമ്പലം കളിക്കി. അപ്പോൾ നമ്മൾ നമ്മുടെ കരിഞ്ഞൊടിയും തേനീച്ച കോളനി എടുക്കാനുള്ള പ്ലേസിൽ എത്തിയിട്ടുണ്ട്. ഇത് എണ്ണിക്ക് വില്ലേജ് റിസോർട്ടാണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ തേനീച്ച കോളനി ഉള്ളത്. നമ്മൾ ആയുധങ്ങളും സന്നാഹങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ റെഡിയാണ്. ഇനി ആ തേനീച്ച കോളനി എഴുതാൻ നിങ്ങൾ കാണിച്ചു തരാം. ശരി, അതാ നമ്മളിങ്ങനെ പോകുന്ന വഴിക്കാണ് പെട്ടെന്ന് ഈച്ച കൂടുതലായിട്ട് കണ്ടത്. ഇതാ ഇവിടെയാണ് ഈച്ച. അപ്പോൾ ഇതിൽ ഉറുമ്പ് നന്നായിട്ട് പൊതിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉറുമ്പിൻ്റെ ശല്യം ഉള്ളതുകൊണ്ട് തന്നെ ഈച്ചകൾ കണ്ടില്ല, കുറേ ഈച്ച തന്നെ ഉറുമ്പ് പൊടിച്ചിട്ടുണ്ട്. നല്ല കരിഞ്ഞൊടിയൻ ഈച്ചയാണ് കേട്ടോ, നല്ല വലുപ്പമുള്ള സൈസാണ്. നമുക്ക് അടിയിൽ കണ്ടില്ല ഈച്ച കൂടി നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ തന്നെ ആ ഈച്ചകളെ മൊത്തം രക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ പരിപാടി തുടങ്ങുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മുഖാവന ഇടുക. ഞാൻ തരുന്ന സാധനം ഒന്ന് സ്പീഡായിട്ട് വന്നാൽ മതി. ഓക്കെ, കൂടെടുക്കാം. ഈച്ച ഇവിടെ തന്നെ ഉണ്ട്, തൊട്ടടുത്ത് തന്നെ ഉണ്ട്. നമുക്ക് പോകേണ്ട ആവശ്യം വരില്ല, കാരണം ഈച്ച ഇവിടെ തൊട്ടടുത്ത് തന്നെ എത്തി. ചെറിയ കൂടാണ് കണ്ടിട്ട് പോകുന്നത്. തീപ്പെട്ടി ഉണ്ടോ ഈച്ചക്ക്? ചോദിച്ചോ. ഇനി ഇപ്പുറത്ത് പോയിട്ട് തീപ്പെട്ടി വാങ്ങിക്കാം. ഒരു തീപ്പെട്ടി പൈസ കൊടുക്കാം. ഈച്ചകളാകെ പരിഭ്രമത്തിലാണുള്ളത്, കണ്ടില്ലേ? ഈ ഭാഗത്ത് കുറച്ച് ഈച്ചകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അടകെട്ടിയിട്ട് ഒരു താമസം തുടങ്ങണമെന്ന് അറിയില്ല. എന്തായാലും നമ്മൾ ഉള്ളിലുണ്ടാവും ഈച്ച.
സുന്ദരി ഒന്ന് ഞാൻ നിന്റെ മാറ്റി ഇതില്ല കല്ലായിലൊരു പെണ്ണുണ്ട് അത് വെച്ചുണ്ടാക്കി എന്റെ ഒരു കൊത്തല്ലേ കുത്തു വാങ്ങാനായിട്ട് അവിടെ തന്നെ പോയി നിൽക്കുന്നുണ്ട് ഗായ്സ്. ഈ ഭാഗം റൗണ്ടിൽ ഇവിടെ അങ്ങനെ കൈ കാണിച്ചു കൊടുക്ക്. ഇവിടെ ഇതിൻ്റെ അടിയിലാണ് ഈച്ചുള്ളത്. ഈ ഭാഗത്ത് അങ്ങനെ അപ്പോൾ ഈ ഞൊടിയൻ തേനീച്ച എനിക്ക് തോന്നുന്നു ഈ കരിഞ്ഞൊടിയൻ ഇപ്പോൾ വന്ന് കയറിയ കോളനിയാന്ന് തോന്നുന്നു. അപ്പം അതിൽ അട്ടകളൊന്നും കാണുന്നില്ല. സാധാരണ കോളനി ഒരു കുറച്ച് തെറ്റായ കോളനിയാണെന്നുണ്ടെങ്കിൽ അടകൾ ധാരാളം കാണും, പ്രത്യേകിച്ച് കരിഞ്ഞൊടിയൻ വിഭാഗം. അപ്പോൾ ഇതിലെന്ത് കാണുന്നില്ല, ഈച്ചകൾ എവിടുന്നോ സെറ്റ് പിരിഞ്ഞ് വന്നിട്ട് അതിലേക്ക് കൂടിയതായിട്ടാണ് ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇനി അതിൻ്റെ വായ്വട്ടം, അതിൻ്റെ പ്രവേശന കവാടത്തിൻ്റെ അവിടെ നമ്മൾ കുറച്ച് വലിപ്പം കൂട്ടും. ആ വലിപ്പം കൂട്ടിയാലേ നമുക്ക് അത് സംഗതി അതിൻ്റെ ഉള്ളിൽ എത്രത്തോളം ഈച്ചെന്ന് മനസ്സിലാക്കും. കേട്ടോ? ഓ അടിപൊളി സെറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ അട കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന് വളരെ സാവധാനം എന്ത് ചെയ്യുക, അവിടെ പിടിക്കുക. അവിടെ ഇല്ല മുകളിൽ വശം ആ മേലെ കൊടുക്കുന്ന ഓട്ട ഉണ്ടല്ലേ, വളരെ സാവകാശം നമ്മൾ ഓട്ട തുറക്കേണ്ടതുണ്ട്. അപ്പോൾ നല്ല കോളനിയാണ്. അപ്പോൾ എന്തായാലും നമുക്കിത് തുറന്നു നോക്കാം. നമുക്ക് ഈ ഭാഗം മേലെ എടുക്കണം, സംഗതി മനസ്സിലാവും. ഈച്ചകൾ കുറവാണ് ഈ സൈഡോട്ട് തൂങ്ങിക്കിട്ടാം. ഇവിടെ ജാക്കറ്റ് പോയിടാ ഒന്നും കുത്തിയിട്ടില്ലേ. ഇതിനെയൊക്കെ വലുത് കണ്ടതാന്നല്ലേ. പേടിച്ചിട്ട് പോയിട്ട് ജാക്കറ്റ് എടുക്കുന്നുണ്ട് ഗായ്സ്. എക്സ്പീരിയൻസാ. ഇന്ന് ഫസ്റ്റ് കുത്തിട്ടേക്ക് ആദ്യമായിട്ട് കൂടിയിട്ട് ഇപ്പോൾ ഒരാഴ്ചത്തോളമായി. ഫസ്റ്റ് കുത്ത് നെറ്റിമേല്, പിന്നെ കിട്ടിയ കഴിയുമേല്, പിന്നെ ഇതാ വിരലിൻ്റെ അവിടെ വിരലൊക്കെ ഉണ്ട്, 2 ആക്കി ഒരു വിരലൊക്കെ. അപ്പോൾ ഇനിയില്ലേ സാബിത്തെ ഇതിൻ്റെ മൊത്തം ബോക്സ് ഊരുക. ഇത് ഓരോ ഫ്രെയിമും ക്ലീൻ ആക്കി നമുക്ക് തരാം. സാധ്യത കൂടുതലാണ് കെട്ടിയിട്ടുള്ള. ഇതാ നല്ല നൂലുമുട്ടി ആണീച്ചൊന്നും കാണുന്നില്ല ഒന്നാമത്തെ ഇടയിൽ. ഇപ്പം എടുത്ത അടയൊക്കെ നമ്മൾ ഈ ഫ്രെയിം ഓരോന്ന് ക്ലീൻ ആക്കി തരിക. നമ്മൾ അടകൾ മുറിച്ചെടുക്കുകയാണ്. റബ്ബറുണ്ട്, റബ്ബർ ഇതാ ഇങ്ങനെയും ഇടാം. കരിഞ്ഞൊടിയാൻ തന്നെ കരിഞ്ഞൊടിയൻ ഈച്ചേൻ്റെ പ്രത്യേകത പെട്ടെന്ന് കൂട് മാറിത്തരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പണി കുറച്ച് എളുപ്പമുണ്ട്. വേണ്ട അട കണ്ടില്ലേ, നല്ല വൃത്തിക്ക് ഒരു സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടെ ഒന്ന് വിടിയിപ്പിച്ചിട്ട് അട ഡാമേജ് ആവാണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം. അത്യാവശ്യം വലുപ്പമുണ്ട് കേട്ടോ. നമ്മളെ തേനിക്കില്ല അല്ലേ, ഇവിടെ പൊട്ടിച്ചാൽ മാത്രമേ തേനി കുറച്ച് ചിലപ്പോൾ ഉള്ളോട് തുറന്നാലേ മനസ്സിലാവുള്ളൂ. അജു എന്നാലും തേനിക്കില്ല. എങ്ങനെ നമ്മളെ ഉള്ളിലെ കുറച്ചല്ലേ ഉള്ളൂ എന്ന് വെച്ചേ. അതെ അതെ ഉണ്ടോ ഇടയ്ക്ക് തണലത്ത് വെച്ചോ, നമ്മൾ അവിടെ എടുക്കാണ്. ഓക്കെ, ഒന്നാമത്തെ അട നമ്മൾ മുറിച്ചു. പക്ഷെ ഇത് ഈ ഓട്ടയെ കൂടി കെട്ടാൻ, ഓട്ടയെ കൂടെ നമുക്ക് എടുക്കൽ ടാസ്ക്കാണ്. പരമാവധി നമുക്ക് എന്ത് ചെയ്യാം, എടുക്കാം. ഓക്കെ, ഇതാ കരിഞ്ഞൂടിൻ്റെ അടയാണ്. ഇത് നമുക്ക് കെട്ടിക്കൊടുക്കണം. കെട്ടുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
കത്തി കൂട്ടില്ല അവിടെ അടുത്ത റബ്ബർ ബാൻഡ് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതാ ഇങ്ങനെ ഇടുക. ഇവിടെ ഒരു റബ്ബർ ബാൻഡ് ഇടുക, ഇപ്പുറത്തെ ഒരു റബ്ബർ ബാൻഡ് ഇടുക. എന്നിട്ട് പണിയുണ്ട്. ഇത് ഉള്ളൊന്ന് ക്ലീൻ ആക്കുന്നു. ഓക്കെ, റബ്ബർ ബാൻഡ് 2 റബ്ബർ ബാൻഡും കൂടി. ഇനി നോക്കി ഇനി നേക്ക് വാങ്ങിക്കാം. ഇനി എന്ത് ചെയ്യും, ഇത് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണോ, ഒരു റബ്ബർ ബാൻഡ് ഇങ്ങനെ എടുത്തിട്ട്, ഇതൊക്കെ ഒരു ചെറിയൊരു ട്രിക്കാണ്, പക്ഷേ ഇത് നന്നായിട്ട് ഉപകാരപ്പെടും. അപ്പോൾ അത് വെച്ചു. ഇന്നൊന്നും കൂടി ഇതാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ലോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാ ഇപ്പോൾ ഇത് ലോക്ക് ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ അടകൾ എന്ത് ചെയ്യുക, ഇങ്ങനെ വിടർത്തി വെക്കുക. ഇത് പിടിച്ചോ, ഇങ്ങനെ പിടിച്ചോ. ഒരാളുടെ സഹായം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കഴിയും. കുറച്ച് ഇതിൻ്റെ സൈസ് നോക്കുന്നു. അപ്പോൾ കുറച്ച് മുറിക്കേണ്ടതുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് ഭാഗം മുറിക്കാം. കുറച്ച് ഭാഗം മുറിക്കുകയാണ്. ഓക്കെ, എന്നിട്ട് നമ്മളിത് ഇങ്ങനെ എടുത്ത് വളരെ സാധനം. അപ്പോൾ നല്ല വെയിലുള്ള സമയമാണ്, അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. ഒരു അട പൊട്ടിപ്പോൾ അട പൊട്ടിയാൽ പിച്ചുകളെ പറന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ പിടിച്ചു വെക്കുന്ന കോളിന് ഒരിക്കലും പറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ലാസ്റ്റ് വീഡിയോയുടെ ഇടയിൽ ഞാൻ പറയുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഇത് നമ്മളിങ്ങനെ ചെയ്തില്ല. ഇനി നമ്മളിത് ലോക്ക് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യുക, ഇതെടുത്ത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വലിച്ചാൽ മതി. അപ്പോൾ അത് ലോക്കായി നിന്നോളൂ. ലോക്കായി. ഇനി വേണ്ട, ഇനി ഇങ്ങനെ എന്നാൽ സാധനം അവിടെ നിന്നോളൂ. അപ്പോൾ ഈ കോളനി സെറ്റായി. ഇനി നമ്മൾ എന്ത് ചെയ്യണോ, ആ ബ്രൂഡ് ചേമ്പർ തണലത്ത് വെച്ചോ. കരിഞ്ഞൊടിൻ്റെ റാണിയെ ചിലപ്പോൾ കാണാൻ കഴിയും. കാണുകയെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. നല്ല സുന്ദരിയായ കറുത്ത സാധനം. അപ്പോൾ ഒന്നാമത്തെ അട നമ്മളെടുത്തു. ഒന്നാമത്തെ അട എടുത്തു, നമ്മളത് ഇവിടെ വെച്ചു. ഇനി അടുത്ത അട. കുറച്ചട പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ പൊട്ടിയട നമ്മൾ മൈൻഡ് ആക്കുന്നില്ല. പൊട്ടിയടക്ക് നമ്മൾ അട ഇടുന്നുണ്ട്. വേറെ അടുത്ത കുറച്ചും കൂടി നല്ല അടിപൊളി അടയാണ്. ഇത് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 1.5 ഇവിടെ ഈച്ചകളൊക്കെ ഒരു കൂടി നിൽക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ അടുത്ത അട. അത് കുറച്ച് നല്ല ഹൈറ്റ് ഉണ്ട് സാധനം. നമുക്ക് എന്തായാലും കഴിയുന്ന പോലെ എടുക്കാം. ഓ ഓ ഓ ഓ ഓ ഈച്ച ഈച്ച ഇളകി. കുറച്ച് തേനൊക്കെ ഉണ്ട് അറ്റഭാഗത്ത്. വേണ്ട, ഇത്രയും വലിയ അടയാണ്. പകുതി പൊട്ടിപ്പോയി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ പൊട്ടിയത് ഇവിടെ തന്നെ വെക്കട്ടെ. ഇനി അടുത്ത ഫ്രെയിം എടുത്തോ. ഇത് നമുക്ക് ലെവലിൽ വെച്ചിരിക്കും. നേരത്തെ പോലെ ലോക്ക്. അപ്പോൾ ഇത് നമ്മളങ്ങനെ ലോക്ക് ഇതാണ്. ആദ്യം എങ്ങനെ ലോക്ക് കിട്ടുക വെച്ചാൽ പരിപാടി സിമ്പിളുണ്ട്. ഇനി കുറച്ചും കൂടി അടയുണ്ട്. അതും കൂടെ എടുത്തിട്ട് നമുക്ക് ഈച്ചനൊക്കെ ഇതിൽ ഉണ്ടാക്കണം എന്നുള്ള കാണിച്ചു തരാം. വന്തനിച്ചൊരു പിടിക്കൽ പല രീതിയിലാട്ടോ. അതിൽ ഒരു മെത്തേഡാണ് ഇപ്പോൾ കാണിച്ചു തരുന്നത്. ഓക്കെ, ഇതിപ്പോൾ സീസൺ സമയമാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ പിടിച്ചു വെച്ചാലും ഈച്ച നിൽക്കും. ഓക്കെ, അപ്പോൾ ഈച്ച നിൽക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന രീതി ഞാൻ ലാസ്റ്റ് വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ തേനീച്ചൻ്റെ അട എടുക്കുന്നതും റാണീനെ പിടിച്ച് കയറ്റുന്നതൊക്കെ കാണാം. ഓക്കെ, അപ്പോൾ മഴക്കാലത്ത് പിടിക്കുന്ന രീതിയല്ല സീസൺ സമയത്ത് പിടിക്കേണ്ട രീതി. ഓക്കെ, ഓരോ സമയത്തും ഇതിനെ പിടിക്കുന്ന രീതി വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് റെഡിയായി കണ്ടില്ലേ. ഇവിടെ ഒരു ഓല കഷ്ണം എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി നന്നായി നിൽക്കും. അപ്പോൾ നമ്മളിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. നമ്മളിതാ അടുത്ത അടിയും കൂടി വെച്ചു, രണ്ടാമത്തെ അടിയും വെച്ചു. ഇനി അടുത്ത നമ്മൾ എടുക്കുക. ഈച്ചെല്ലാം നല്ല പേടിച്ചിട്ടാണ് ഉള്ളത് കേട്ടോ. ഈച്ചകളൊക്കെ നന്നായിട്ട്
ഓക്കെ, അടുത്തൊരു നോർമൽ കറക്റ്റ് അളവിനുള്ള ഫ്രെയിം കിട്ടിയിട്ടുണ്ട്. അപ്പം സാബിത്ത് സാറേ തരും. നമ്മളെ പുതിയ ബ്രീഡറാണ്, നമ്മുടെ ബീഹണിയിലേക്ക് ജോയിൻ ചെയ്ത പുതിയ ബ്രീഡറാണ്. അതായത് തേനീച്ച കൃഷിയും കാര്യങ്ങളൊക്കെ അറിയാം. ഓക്കെ, സാബിത്ത് പരിചയപ്പെടുത്തി കൊടുക്കും സ്ഥലവും കാര്യങ്ങളൊക്കെ. ഒരു കുട്ടീനെ ഒരു പാത്തു വരുന്നത് എടുന്നടാ വരാലി അടിപൊളി. ഇവിടെ റാണീച്ചിരി അടിയൊന്നുമില്ല. ഈ റാണി ഇത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി കൂടെ. പെട്ടെന്ന് ഇനി വെയിൽ സൂര്യക്കും. അപ്പോൾ അതിന് മുമ്പേ നമ്മൾ എന്ത് ചെയ്യണം, അത് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇത് റെഡി, മൂന്നാമത്തെ ഫ്രെയിം റെഡി. ഇനി ഒരു ഫ്രെയിമായിട്ടുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഫ്രെയിം. ഓക്കെ, ലാസ്റ്റ് ഇതിൽ 4 നമ്മൾ വെച്ചെടുക്കേണ്ട കാര്യമുള്ളൂ. ബാക്കിയൊക്കെ ഒരുണ്ടാകും. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് അടി എടുത്ത് പിന്നെ 1 2 3 4 അട പിന്നെ പുതിയ ഫ്രഷ് അടകളുണ്ട്, അത് നമ്മൾ എടുക്കുന്നില്ല ഏട്ടാ. എടാ ഫ്രെയിം നല്ല പൂമ്പൊടി. ഞാൻ കേട്ടോളാം. ആ കത്തി എടുത്തോ, റബ്ബർ വന്നിട്ട് കത്തി. ഒരടിയും കൂടി ഇരിക്കുന്നുണ്ട്. അവരെ പൂമ്പൊടി കാണിച്ചിരുന്നു കണ്ടാ, ഇത് ഫുള്ള് പൂമ്പൊടിയാണ്. കണ്ടില്ലേ, ഫുള്ള് പൂമ്പൊടിയാണ് കണ്ടാ. അപ്പോൾ 4 അട മാത്രമാണ് നമ്മളിപ്പോൾ വെച്ച് കൊടുക്കുന്നത്. നമ്മൾ എപ്പോഴും തേനീച്ച കോളനികൾ പിന്നെ പിടിച്ചു കഴിഞ്ഞാൽ 1 2 അടകൾ നമുക്ക് അവർക്ക് കെട്ടാൻ വേണ്ടി വെച്ച് കൊടുക്കണം. എങ്കിലേ അവർക്ക് പണി ചെയ്ത് നിൽക്കുള്ളൂ. അല്ലെങ്കിൽ ഫുള്ളായിട്ട് നമ്മൾ ഒരിക്കലും വെച്ചെടുക്കാൻ പാടില്ല. അങ്ങനെ വെച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വെച്ചെടുക്കണം, ക്യൂൺ ഗേറ്റ് വെച്ചെടുക്കും. റാണി പറന്നു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതിപ്പോൾ സീസൺ സമയമായതുകൊണ്ട് നമ്മൾ പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ അവർ നിൽക്കും. ഓക്കെ, അതാ ഇനി ഇതും കൂടി ഈ 4 അടയും കൂടി, ഈ അടയും കൂടി കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈച്ചനെ വരുന്ന കാഴ്ച കാണിച്ചുതരാം. റബ്ബർ ബാൻഡ്, ഈ റബ്ബർ ബാൻഡിനേക്കാളും നല്ലത് വാഴനാരാണ്. ഓക്കെ, വാഴനാരാണെന്നുണ്ടെങ്കിൽ ഈച്ചക്ക് തന്നെ കടിച്ച് പൊട്ടിക്കാൻ സിമ്പിളാണ്. ഇത് അട ഉറപ്പിച്ച് കഴിഞ്ഞാൽ വാഴനാര്. ഓക്കെ, അപ്പോൾ ഈ നടുഭാഗത്തായിട്ട് വേണം നമ്മൾ ഫ്രെയിം വെച്ചെടുക്കാൻ. പിന്നെ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, ഇവർക്കൊരു സെല്ല് കെട്ടാൻ കണക്കാക്കിയിട്ടില്ല. ഓരോരുടെ രീതിക്ക് അനുസരിച്ച് ഇവിടെ ചെറിയൊരു സ്പേസ് കൊടുത്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഈ അടകളൊക്കെ സെറ്റാക്കി വെക്കാൻ. ഈച്ചകൾ എങ്ങനെയാണോ നിൽക്കാൻ ഇഷ്ടപ്പെടുന്നത് ആ രീതിയിൽ തന്നെ നമ്മൾ നിർത്തുക. ഇതിങ്ങനെ പിടിക്കും, എങ്കിൽ മാത്രമേ ഈച്ചകൾ നിൽക്കുകയുള്ളൂ. അല്ലാണ്ട് നമ്മൾ തോന്നുന്ന പോലെ പിടിച്ച് തോന്നുന്ന പോലെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈച്ച ഒരിക്കലും നിൽക്കില്ല. കാരണം ഈച്ചക്ക് ഈച്ചതായ സ്വഭാവമുണ്ട്. മനുഷ്യന്മാരായിട്ട് ഇണക്കം കുറവേ കാരം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈച്ചനെ നമ്മൾ ഇതിലേക്ക് നിർബന്ധമായിട്ട് പിടിച്ച് നിർത്തുകയാണ്. അപ്പോൾ അതിന് ഈച്ചയുടെ സ്വാഭാവിക ജീവിത രീതി എങ്ങനെയാണോ ആ രീതി ഇതിന് നമ്മൾ അപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയൂ, പിന്നെ ഈ കോളനി നിലനിർത്താൻ കഴിയൂ. ഇപ്പോൾ കരിഞ്ഞൂടിനൊക്കെ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിക്ക് തേൻ കിട്ടും. ഈ കോളനിക്ക് വേണമെങ്കിൽ നമുക്ക് ഈ വർഷം തന്നെ തേൻ എടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഈ വർഷം തന്നെ ദൈവസഹായത്തോടു കൂടി നമുക്ക് തേൻ എടുക്കുന്നത് കാണിച്ചു. 2 ഫ്രെയിമും കൂടി എടുക്കും. ആ 4 ഫ്രെയിം കേട്ടോ. അപ്പോൾ ഇത്രയും അടകൾ നമ്മൾ ഉപയോഗിക്കുന്നില്ല കേട്ടോ, 4 അട മാത്രം എടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ട പരിപാടി, നമ്മുടെ സ്റ്റാൻഡ് എടുക്കണം. ആ 4 ഫ്രെയിം ആയിരിക്കും. ഈ ഈച്ചകളെ നമ്മൾ ഇതിലേക്ക് വാരിയിട്ടാണ്. ഇനി നമ്മൾ ചെയ്യുന്നത്, സ്റ്റാൻഡ് ഇവിടെ അടിക്കും. ഇവിടെ സ്റ്റാൻഡ് അടിച്ച് ഈച്ചനെ വാരിയിടാൻ പോകണം. അത്യാവശ്യം നല്ലോണം ഈച്ച ഉണ്ട് ഇതിൽ. അപ്പോൾ അത് റെഡി. നമ്മൾ ഈച്ചനെ വാരിയിടാൻ പോവാണ്. ഓക്കെ, കട്ടാക്കിയിട്ട് ഇനി നല്ല വൃത്തിക്കെടുത്തു. അപ്പോൾ ഈച്ചകൾ പൊത്തിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അതടച്ചോ കേട്ടോ. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഒരു പേപ്പറോ എന്തെങ്കിലും
കുറച്ച് ചപ്പൊക്കെ പറിച്ചിട്ട് വരണം. എന്തിനാ വെച്ചാൽ നമുക്ക് ഇവിടെ ഉള്ളിൽ പൊത്ത് മറച്ചു കൊടുക്കണം. അങ്ങനത്തെ കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ എക്സ്ട്രാ പൊത്തുണ്ടെന്നുണ്ടെങ്കിൽ ആ പൊത്തിലേക്ക് നമ്മളിത് വെച്ച് മറച്ചു കൊടുക്കുന്നത് നന്നാവും. അല്ലെങ്കിൽ ഈച്ച അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ ചാൻസുണ്ട്. അപ്പോൾ നമ്മൾ സ്മോക്കറൊന്നും ഇല്ലാണ്ട് ഈച്ചനെ പതുക്കെ വാരാൻ പോവാണ്. ഓക്കെ, കുറച്ച് അടകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ആ അടകളൊക്കെ ഇങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ വൃത്തിക്ക് നമുക്കിത് എടുക്കാൻ കഴിയും. ഇതൊക്കെ നല്ല പ്യുവർ നമ്മൾ വാരാൻ പോവാണ്. അപ്പോൾ ഇങ്ങനെ വാരുന്ന കൂട്ടത്തിൽ എന്തുണ്ടാവും? നല്ല നീച്ച ഉണ്ട് കേട്ടോ. സ്മോക്കർ തീപ്പെട്ടി ഇട്ടതാ എന്നാൽ കത്തിച്ചോ സ്മോക്കർ. അത് നിലത്തിട്ടോ. ഇതാ കരിഞ്ഞൊടിയൻ, പ്യുവർ കരിഞ്ഞൊടിയനാണ് കേട്ടോ. ഒറിജിനൽ കരിഞ്ഞൊടിയനാണിത്. ഇതാ എന്താ ഒറിജിനൽ കരിഞ്ഞൊടിയൻ. നീച്ച നമ്മൾ പതുക്കെ വെച്ച് കൊടുക്കാൻ പോവാണ്. ഇനി ഈ ഇങ്ങനെ വാരുന്ന കൂട്ടിൽ റാണി ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ആ മൂടി എടുക്ക് സാബിത്തെ, അതൊക്കെ നിലത്തിട്ടോ. ഇനി ആ മൂടി എടുത്ത് തന്നിട്ട് ഞാൻ സ്മോക്കർ കത്തിച്ചോ. കണ്ടോ, ഈച്ചകൾ ഇതുവരെ നമ്മൾ കുത്തിയിട്ടില്ല. കരിഞ്ഞൊടിയൻ പൊതുവേ നമ്മുടെ ആയിട്ട് മനുഷ്യവാസം പിന്നെ കുറവായിട്ട് ഈ സ്മോക്കർ നല്ല കത്തിച്ചോ. നല്ല നെയ്ച്ചുണ്ട്. ഈച്ചനെ പതുക്കെ എടുത്ത് നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ ഇടുകയാണ്. അപ്പോൾ ഈച്ച ഉണ്ടെങ്കിൽ റാണി ഉണ്ടെങ്കിലൊക്കെ അങ്ങ് ഉള്ളിൽ കയറിക്കോളൂ. റാണീനെ തിരയാനായിട്ട് നമ്മൾ നിൽക്കുന്നില്ല. റാണി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം കഴിഞ്ഞാൽ തന്നെ നാളെ തന്നെ വ്യക്തമായ ഈച്ച ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. നമ്മൾ വാരുന്ന കൂട്ടത്തിൽ റാണി ഉണ്ടെങ്കിൽ കഴിച്ചലായി. റാണിന് കിട്ടണം. റാണിന് കിട്ടുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പം ഒരു 90% ഈച്ചനയിൽ കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു പരിപാടിയുണ്ട്. ഈച്ചകളൊക്കെ നല്ലോണം പേടിച്ച് വയലിനാണ്. ഉള്ളിലൊരു പൊത്തുണ്ട്. ആ പൊത്തിലാണ് ഇപ്പോൾ ഈ മൊത്തം ഈച്ചകൾ ഉള്ളത്. ആ പൊത്തിൽ നമ്മൾ സാവധാനം വേണം ഈ പണിയൊക്കെ ചെയ്യാൻ. തിരക്ക് പിടിക്കരുത്. നമ്മൾ ഉള്ളിലത്തെ പൊത്തിലേക്ക് കൈയിടുകയാണ്. ഇപ്പം ഈച്ചൻ്റെ മേത്ത് കൈയുണ്ട്. നമ്മൾ പതുക്കെ വാരുകയാണ്. വാരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അമരാൻ പാടില്ല. ഓക്കെ, കാണിച്ചു അത് വാരിയിട്ട് ഇത് കൈ കാണിച്ചാൽ നല്ലോണം കിട്ടും. കുത്തി ഇതാ ഒരു കുത്ത് നമ്മൾ ആദ്യമായി മേടിച്ചിരിക്കുകയാണ്. വേണ്ട കുത്ത്. ഇനി ചെറിയൊരു കാര്യം ചെയ്യാൻ കേട്ടോ. നമ്മൾ ഇപ്പോൾ ഈച്ചകളൊക്കെ എന്തായാലും ഈ ഭാഗത്തേക്ക് തങ്ങി കൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടുത്തെ ഈച്ചേനെ എന്ത് ചെയ്യണം? എടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ വൃത്തി കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? തുളച്ച് അവിടെ റെഡിയാക്കണം. അപ്പോൾ നമ്മൾ അതിൻ്റെ പരിപാടിയാണ് ഇപ്പോൾ നോക്കുന്നത്. സ്മോക്ക് റെഡി. റാവിത്തെ ഇവിടെ ഈ ഭാഗത്തുണ്ടല്ലോ, ഈ ഭാഗത്താണ് ഇപ്പോൾ ഇവിടെ ഒരു ഓട്ടമുണ്ട്. അപ്പോൾ ഈ ഇത്രയും ഭാഗം ഒന്ന് തുറന്ന് കിട്ടണം. അപ്പോൾ മേലെ നിന്ന് ഇങ്ങനെ ആക്കിയിട്ട് അവിടെ ഒരു ഓട്ടം വേണം. വാങ്ങിക്കോ. ഇതില്ലേ മറ്റേ ഇതിലിട്ടിട്ട് ഷെയ്ക്ക് മാറ്റിക്കോ. മറ്റേ ക്യാപ് കെട്ടില്ലല്ലോ അല്ലേ? അതിൽ അത് ഞാൻ അന്ന് കയറ്റിയതല്ലേ, അതിൽ പൈസ കൊടുക്കണം. അതിൻ്റെ പ്രൊവേഷൻ നോക്കണം ഞാൻ. അപ്പം ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ശ്രദ്ധിക്കണേ, അവിടെ തന്നെ ഓട്ട കാണാൻ തുടങ്ങിയോ? ആ ഭാഗത്ത് തന്നെയാണ് ഓട്ട. അവിടെയാണ് ഈച്ച ഉള്ളത്. അപ്പോൾ പതുക്കെ മാന്തിയിട്ട് പിന്നെ എന്താക്കണോ? ആ മണ്ണ് പതുക്കെ വാരിയിടണം. അപ്പോൾ ആ ഭാഗത്ത് നിറയെ ഈച്ചയുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യാം? സുരക്ഷിതമായിട്ട് വാരിയെടുത്ത് ഇടാനുള്ള പരിപാടിയാണ്.
ഇത് കുറേ കാലമായിട്ടൊന്നുമില്ല, ഈ അടുത്ത് വന്ന് കയറിയതാണ്. അവിടെ തന്നെ ആ ഭാഗമാണ് നമുക്ക് പൊട്ടിക്കേണ്ടത്. മണ്ണ് പതിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും രസകരമായ തേനീച്ച കോളിൽ നിന്ന് തേനെടുക്കുന്നതിനേക്കാൾ ഏറ്റവും രസകരമായിട്ടുള്ളൊരു അനുഭവമാണ്, എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ നാച്ചുറലായിട്ടുള്ള ഹൈവിൽ നിന്ന് നമ്മൾ തേനീച്ച കോളനികളെ പിടിച്ചെടുക്കൽ. ഓക്കെ, അങ്ങനെ പിടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ സുരക്ഷിതമായിട്ടുള്ള അവരുടെ ഹൈവിലേക്ക് നമ്മൾ കൊണ്ടുപോകും. ഓക്കെ ഉണ്ടാക്കിയാണ് സ്മോക്കർ. ചെറുതായിട്ടൊന്ന് സ്മോക്കർ കൊടുത്താലോന്നുണ്ട്. അതെ, ഗുണാശയം ഈ ഭാഗം കൂടി നമുക്ക് അയച്ചു കിട്ടിയ സെറ്റായി. അപ്പോൾ ഇനി ഇത്തിരിയും കൂടി പൊടിച്ച പരിപാടി സിമ്പിൾ. ഓക്കെ, കൊടുക്കടാ. പീച്ചുകൾ ഏതോ ഓട്ടേൻ്റെ കൂടെ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. വാരാനിപ്പം അതാ ഇനി ഈച്ചേനെ ക്ലിയറായിട്ട് വീഡിയോ കാണും കേട്ടോ. അതാ ഈച്ച എവിടെയാണ് ഉള്ളതെന്ന് ക്ലിയറായിട്ടും കണ്ടോ. അപ്പോൾ നമ്മൾ വാരാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അവിടെ ഇരുട്ടായിട്ട് മാത്രം ഒന്നും കാണുന്നില്ല. രണ്ട് കുത്തുന്നതാണ് കുറവില്ല. വരട്ടെ. അപ്പോൾ നമ്മൾ നാച്ചുറൽ ഹൈവിൽ നിന്ന് ഈച്ചേനെ വാരുകയാണ്. പിന്നെ വാരി പതുക്കെ കൂടിലേക്ക് ഇടാണ്. റാണിയെ കണ്ടിട്ടില്ല. പിന്നെ അടുത്ത വാരൽ ഓ മൈ ഗോഡ്, ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ ഈച്ച നന്നായിട്ട് കുത്തുന്നുണ്ട് കേട്ടോ ഈച്ച. ഇതിപ്പോൾ എന്തോ പണ്ടത്തെ പോലെ കുത്തി പണ്ടൊക്കെ ഭയങ്കര വേദനയുണ്ട്. ഇപ്പം ഈച്ചേൻ്റെ കിട്ടി വേദനയൊന്നും ഫീലാകുന്നില്ല. ഈച്ച മേലോട്ട് കയറിപ്പോകുന്നുണ്ട്. അവിടെ കുറച്ചധികം ഈച്ച ഉണ്ട് കേട്ടോ. നമ്മൾ ഉള്ള ഈച്ചേനെ മാക്സിമം, ഈച്ച ഏറ്റവും കൂടുതൽ കൂടി നിൽക്കുന്ന ഭാഗത്താണ് റാണി ഉണ്ടാവുക. അപ്പം നമ്മൾ ആ ഭാഗം നോക്കിയിട്ട് വേണം നമ്മളെന്ത് ചെയ്യാൻ, ഈ സാധനത്തെ പിടിക്കുക. ഓട്ടറായിട്ട് വരാ. എന്നാലും റാണിനെ കണ്ടിരുന്നെങ്കിൽ നമുക്ക് ഭയങ്കര എക്സൈറ്റ് ആയിരിക്കും. ഭയങ്കര എക്സൈറ്റാണ് ഇപ്പോൾ റാണിനെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ. റാണി ഉള്ളിൽ തന്നെയാണുള്ളതാണ്, ഈച്ച വീണ്ടും അങ്ങോട്ട് കയറി പോകുന്നത്. രണ്ട് സൈഡിൽ നമുക്കൊരു ഐഡിയ ഉണ്ട്. ആദ്യത്തെ ചപ്പും ചവറൊക്കെ ഇവിടെ 2-3 സ്ഥലം മറക്കാനുണ്ട് നമുക്ക്. എന്നാൽ മാത്രമേ ഈച്ചയെ നമുക്ക് സ്മോക്കർ കത്തുണ്ടാക്കാം.
പൊങ്കിട്ട് ക്രഷ് അടിക്കും. മുകളിൽ ധാരാളം ഈച്ചയുണ്ട്, പക്ഷെ അതിനെ വാരാൻ ഒരു രക്ഷയില്ല. അപ്പോൾ ഈ ഭാഗം കൂടി സാവിത്തെ ഈ രസമല്ല, ഈ ഭാഗം ഇത്രയും ഭാഗം ഒന്ന് കട്ട് ചെയ്തോണ്ട. അവിടെ മേലെ ഈച്ചയുണ്ട് കേട്ടോ, ഈച്ചയ്ക്ക് ഡാമേജ് ആകാത്ത രീതിയിൽ. എന്നാ ഇതിട്ടോ, ഇതിട്ടില്ലെങ്കിൽ ഇടക്കിടക്ക് അവനെ കഴിഞ്ഞ പറഞ്ഞാൽ കഴിയും. ഈ ഭാഗം മാത്രം, ഈ ഒരു കഷ്ണം മാത്രം കിട്ടിയേക്കോ. അതിൻ്റെ നേരെ ഈച്ച ഉണ്ട്. അതെ, ഈച്ച അതിൻ്റെ ഉള്ളിൽ ഈച്ച ഉണ്ട്, ജാമാവരുത്. അത്രയും ആസ്വദിച്ചാണ് നമ്മൾ ഈ പരിപാടി ചെയ്യുന്നുണ്ട്. ഈച്ച മേലോട്ട് കയറുന്നുണ്ട്, അപ്പോൾ റാണിയൊക്കെ നേരെ ഉണ്ട്. ഇതാ ഒരു കൂട്ടം ഈച്ചകൾ. റാണി ഉണ്ടെങ്കിൽ ഇങ്ങനെ വെച്ച് ഇങ്ങനെ നീണ്ടു പോകുന്ന കാണാം. റാണീൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഈച്ച മൊത്തം ഇതിലേക്ക് വന്നോളൂ. ഈച്ച ഒന്ന് 2 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈച്ച എന്താവും, ഒരു സ്ഥലത്തേക്ക് ഒതുങ്ങും. ആ ഒരു തടി കണ്ടിക്കില്ല, അതിൻ്റെ ബേക്കിലാണ് ഈച്ച. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഐഡിയ ഉണ്ട്. ഇവിടെ അതിൻ്റെ സാധനം കിട്ടുകൊണ്ട ഒരു കുത്തി മനോഹരമായ ഒരു ഇതിൽ പോക്കരുത്. ഇതിൽ പോയിച്ചാൽ ഈച്ച അങ്ങോട്ട് തിരിച്ചു കയറും. കയ്യിൽ വെച്ചു കൊടുത്ത് ആ കുത്തുന്ന കാണിച്ചു കൊടുത്ത്. അതൊക്കെയല്ലേ എൻ്റർടൈൻമെൻറ്റ് രാജു. നീ എന്നെ പോയിട്ട് ചാവുമോ? കുരങ്ങനെ പോലെ നിന്നിട്ടാണ് വെട്ടുന്നത്. റാണി വേണായാലേ റാണി കണ്ട എനിക്ക് പെട്ടെന്ന് തിരിച്ചറിയും. ഇതിൻ്റെയൊക്കെ ഇടയിലുള്ള നമ്മളിങ്ങനെ എടുക്കുമ്പോൾ കൈ അങ്ങോട്ട് തട്ടിപ്പോയിട്ട് കുത്തിപ്പോ. ഫുള്ള് മരത്തിൽ കയറി. ഞാനിങ്ങനെ പിടിച്ചിട്ട് അത് പറന്നു പോയി മേലോട്ട്. നൈറ്റ് വിട്ടിട്ടില്ല. രാത്രി നമ്മൾ നൈസായിട്ട് ചെയ്തതാണ്, അതുകൊണ്ട് കുത്തൊന്നും കിട്ടിയില്ല. അപ്പോൾ പുകച്ച് കഴിഞ്ഞാൽ ഈച്ച ഫുള്ള് വയലൻ്റായി. സ്റ്റീലോട്ട് കയറുന്നില്ല. അതിനർത്ഥം റാണി അതിലാണ് ഉള്ളത്. റാണി അതിൽ കയറി കൂടും. അവിടെ അതിൻ്റെ അടിക്ക് ഒരു പൊത്താണ്ടില്ലേ. ഒരു വടി എടുത്തിട്ടൊന്ന് പൊന്തിച്ച് വെക്കടാ. നയിച്ചപ്പെടുന്ന കയറിക്കോ. വൈകുന്നേരമായി വീണ്ടും കുത്തു കൂടും. അതിന് നമുക്ക് എടുക്കാം.
പക്ഷെ മൊത്തം കയറി എവിടെയെങ്കിലും കയറും മരത്തിൽ. ഈച്ച പറക്കാൻ തുടങ്ങി. ഇപ്പം നമ്മൾ എന്താക്കുകയെന്ന് വെച്ചാൽ റാണി ഉള്ളിലാണ്, ഒരു രക്ഷയില്ല റാണിന് കിട്ടാൻ വേണ്ടിയിട്ട്. മരം മുറിക്കാനേ നടക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ എന്താണ് ഈച്ചനെ മൊത്തം പുകച്ച് അടിക്കുകയാണ്. അപ്പോൾ ഏകദേശം 90% ഈച്ച ഇവിടെ ആയതുകൊണ്ട് തന്നെ പിന്നെ കുറേ ഈച്ച ഇതിൽ തന്നെ കയറുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഫൈനൽ. അപ്പോൾ നമ്മുടെ റിസൾട്ട് പറഞ്ഞുതരാം. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ കണ്ടോ, കണ്ടില്ലേ അടകളുണ്ട്, ഈച്ചകളില്ല. ഇനി മാതൃകോളിൽ നോക്കി നോക്ക്, അതിൽ അടകളും ഇല്ല ഈച്ചകളും ഇല്ല. അടകളിൽ ഈച്ച മൊത്തം പറഞ്ഞിട്ട് എങ്ങോട്ട് പോയി? കാരണം ഈച്ചയെ നമുക്ക് വാരിയെടുക്കാനുള്ളൊരു സൊല്യൂഷനേ ഇല്ല. നമുക്ക് തൊട്ട് പുറകിൽ അമ്പലം, അപ്പോൾ അവർക്ക് വലിയ ഡാമേജും വരുത്തരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാന്തി പൊളിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈച്ചനെ പുകച്ചു, ഈച്ച പറന്നു പോയി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയില്ല? ഈച്ചേനോ റാണിനോ ഒന്നും കിട്ടിയില്ല. പക്ഷെ നമുക്കൊരു 4 നല്ല വൃത്തിയുള്ള അട കിട്ടി, പിന്നെ ഒരു ഇത്തിരി തേനോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ അടകൾ നമ്മൾ വേറെ കരിഞ്ഞോടേൻ്റെ കൂട്ടിലേക്ക്, നമ്മൾ ചെറിയ കൂട്ടിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ചിലപ്പം ഒരു പക്ഷേ ഈ പറന്നുപോയ ഈച്ചകൾ എവിടെയെങ്കിലും ഇങ്ങനെ കൂടി നിന്നിട്ടുണ്ടാവും. അങ്ങനെ കൂടി നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ ക്യാച്ച് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ ഒന്നെങ്കിലും ഒരു നാളെ തന്നെ ഇവിടെ തിരിച്ചു വരും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും തൂങ്ങി നിൽക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നാളെ ഒന്ന് പരിസരമൊക്കെ ഒന്ന് വീക്ഷിച്ചതിന് ശേഷം നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ എന്തായാലും നമ്മുടെ കോളനി എടുക്കുക നമ്മൾ പരാജയപ്പെട്ടെങ്കിലും നമുക്ക് ഈ അടകൾ കിട്ടിയിട്ടുണ്ട്. ഈ അടകൾ നമ്മൾ അധികം വൈകാതെ തന്നെ ബാക്കിയുള്ള കൂടുതൽ സപ്ലൈ ചെയ്തിട്ട് ആ കൂടുതൽ സ്ട്രെങ്ത് കൂട്ടും. അപ്പോൾ നമ്മൾ പ്രകൃതിയിൽ നിന്ന് തേനീച്ച കോളനി പിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറയാൻ പോവാണ്. എന്തായാലും നമുക്ക് കോളനി കിട്ടിയില്ല. അപ്പോൾ നിങ്ങളെങ്കിലും പിടിക്കുമ്പോൾ കോളനി കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞുതരാം. ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വേറൊരു കോളനിയിൽ നിന്ന് ഒരു നല്ല ഈച്ചയും ലാർവയും സമാധിയൊക്കെ ഉള്ള ഒരു അട എടുത്തിട്ട് അത് നമ്മൾ കാലിക്കൂടിൽ വെക്കുക, ബാക്കി 5 ഫ്രെയിം ഇടുക. എന്നിട്ട് ഇവിടെ വന്നതിന് ശേഷം അതിലുള്ള ഒരു 3-4 ഫ്രെയിം ഇതിലേക്ക് ആക്കാം. ഓക്കെ, അങ്ങനെ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ കൂട്ടിൽ നിന്ന് എടുക്കുന്ന അടകൾ, ആ അടകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടിയിട്ടൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഈച്ചകൾ നന്നായിട്ട് ഇരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ എടുത്തിട്ട് എന്ത് ചെയ്യുക? ഈച്ചയെ വാരിയിടുകയാണ് വേണ്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ നമുക്ക് വേറെ ഒരു വഴിയുമില്ല, ഈച്ചനെ പുകക്കാന്നല്ലാണ്ട് വേറൊരു വഴിയുമില്ല. കാരണം ഫുള്ള് തുരങ്കം മാതിരിയാണ്. ഓക്കെ, നമ്മൾ പല രീതിയിൽ ശ്രമിച്ചു നോക്കി. ഇപ്പോൾ നമുക്ക് അത് മൊത്തത്തിൽ പൊളിക്കാനുള്ള ഒരു സാഹചര്യം ഇവിടെ കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ മൊത്തം പൊളിക്കുമായിരുന്നു. അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യുക. ഓക്കെ, ചിലപ്പോൾ നാളെ മറ്റന്നാളൊക്കെ ആ കോളനി നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് അധികം ദൂരം പോകാനൊന്നും ചാൻസ് ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കോളനീനെ എടുക്കുന്ന വീട് നമുക്ക് കാണിച്ചു തരും. അപ്പോൾ തേനീച്ച കോളനികൾ അവിടെ ഇവിടെയൊക്കെ കാണും, മിസ്സാക്കേണ്ട, ചാൻസ് പിടിച്ചുകൊള്ളുക. പിടിച്ചിട്ട് നല്ലൊരു സെറ്റാക്കി എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? എന്നിട്ട് അതിൽ നിന്ന് തേൻ ഇപ്രാവശ്യം എടുക്കാൻ കഴിയും നിങ്ങൾക്ക്. അപ്പം വെരി താങ്ക് യു.